ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്ററിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം പല കാലങ്ങളായി സന്താനഭാഗ്യം ഇല്ലാതിരുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഈ ഭാഗ്യം ഇത് 12 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ സമയക്കാലം ശരിയായി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ വർഷങ്ങളായി കുട്ടികളില്ലാതിരിക്കുന്ന പലർക്കും ആ ഭാഗ്യം ഉണ്ടാകുന്ന കാലം തന്നെയാണ്. വ്യാഴം സന്താനകാരകനാണ്. സർവേശ്വരന്മാരുടെ പ്രതീകം കൂടിയാണ് വ്യാഴം. അങ്ങനെയുള്ള വ്യാഴം ജൂൺ 2 മുതൽ ഉച്ചസ്ഥനായി കർക്കടകൻ രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. കാലപുരുഷ രാശിയുടെ സുഖസ്ഥാനത്തിലാണ് വ്യാഴം ബലവാനായി ഉച്ചസ്ഥനായി നിൽക്കുന്നത്. ഈ കർക്കടകൻ രാശിയിൽ പുണർദത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയം മുഴുവൻ നക്ഷത്രവും ആയില്യം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയതാണ് കർക്കടക രാശി. ഇതിൽ പൂയം നക്ഷത്രത്തിലാണ് വ്യാഴം ഉച്ചസ്ഥനാകുന്നത്. കാലപുരുഷൻ്റെ സർവാഭിഷ്ട സ്ഥാനത്തിൻ്റെ അധിപതിയായ ശനിയുടെ നക്ഷത്രമാണ്. ശനി വ്യാഴക്ഷേത്രമായ മീനത്തിൽ വ്യാഴത്തിൻ്റെ ത്രികോണഭാവത്തിലേക്കുള്ള 9ാം ഭാവ ദൃഷ്ടി പതിക്കുന്നത് എന്തുകൊണ്ടും സന്താനഭാഗ്യത്തിന് ഏറ്റവും ഉതകുന്ന കാലമാണ്. ഇനി ഏതൊക്കെ രാശിയിലുള്ള നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം കിട്ടാൻ പോകുന്നത് എന്നുകൂടി നോക്കാം. ഇടവ രാശിയിൽ ജനിച്ചിട്ടുള്ള കാർത്തിക, രോഹിണി, മകീരം എന്നീ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഇതുവരെ സന്താനഭാഗ്യം ഇല്ലാതിരിക്കുന്ന ദമ്പതികൾക്ക് സന്താനഭാഗ്യത്തിനുള്ള ഭാഗ്യം വരാൻ പോവുകയാണ്. അതിനായിട്ട് ഒരു ചെറിയ പരിഹാരമൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പരിഹാരം വീഡിയോൻ്റെ അവസാനത്തിൽ പറയാം. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഭാഗ്യം കിട്ടാൻ പോകുന്നത് എന്ന് പറയാം. കർക്കിടകൻ രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർക്കും, പിന്നെ കന്നി രാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാർക്കും, വൃശ്ചികൻ രാശിയിൽ വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്കും, പിന്നെ മകരൻ രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാർക്കും, മീനൻ രാശിയിൽ വരുന്ന പൂരോരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കൊക്കെയാണ് ഈ ഭാഗ്യം അനുഭവിക്കാൻ കഴിയുക. ഇതിൽ വൃശ്ചികം, മീനം രാശിയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടാൻ പോകുന്നു. ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് പൂയം നക്ഷത്രത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ കൂടി പറയാം. ഈ നക്ഷത്രത്തിൻ്റെ അധിപതി ശനി ഭഗവാനാണ്. പൂയത്തിൻ്റെ അതിദേവത ദക്ഷിണാമൂർത്തി ഭഗവാനുമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ആകൃതി മുരുകൻ്റെ വേലാകൃതിയിലാണ്. പൂയം നക്ഷത്രത്തിൽ പുത്രകാരകൻ വ്യാഴം ഉച്ചത്തിലാണ്. ഇതേ നക്ഷത്രത്തിൽ തന്നെ കുജൻ നീചത്തിലാണ്. കുജൻ നീചത്തിലാകുമ്പോൾ പുരുഷന്മാർക്ക് വീര്യക്കുറവ് സംഭവിക്കും. ജൂൺ 2 മുതൽ വ്യാഴം കർക്കടകൻ രാശിയിലേക്ക് പ്രവേശിച്ചതോടുകൂടി കുജന് നീചഭംഗം സംഭവിക്കുമ്പോൾ പുത്രപ്രാപ്തിക്കായിട്ടുള്ള പരിഹാരത്തിന് ശേഷം തക്ക ചികിത്സകളൊക്കെ ചെയ്താൽ തീർച്ചയായും സന്താനഭാഗ്യം ഉണ്ടാകും. പരിഹാരം പറയാം. നിങ്ങളുടെ അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പൂയം നക്ഷത്ര ദിവസം ദമ്പതി സമേതരായി ചെന്ന് വേൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ആ ദിവസം കൂടുതൽ സമയം അമ്പലത്തിൽ ചെലവഴിക്കാനുമായിട്ടും ശ്രമിക്കണം. എന്നാൽ ശരിയായ ചികിത്സകൾ ഫലിക്കുവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകും. പ്രത്യേകിച്ച് പൂരോരുട്ടാതി, ഉത്രട്ടാതി, രേവതി, വിശാഖം, അനിഴം, തൃക്കേട്ട, പൂയം, ആയില്യം, പുണർദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നന്മയുണ്ടാവുക. സാധിക്കുന്നവർ തിരുച്ചെന്തൂർ മുരുകനെ സന്ദർശിച്ച് വേൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വന്നാൽ ഫലം നിശ്ചയമായും അനുഭവിക്കാൻ കഴിയും. ദീർഘകാലമായി സന്താനഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. കഴിയുന്നതും പ്രയോജനപ്പെടുത്തി ഫലപ്രാപ്തി നേടിയെടുക്കാൻ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.